ദൈവനാമത്തിന് നമസ്കാരം. ദിനം ആചരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സഹായം എൻ്റെ സ്വാഗതപ്രാസംഗം സൂചിപ്പിച്ചതുപോലെ മുഖവിന് ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് കേരളത്തിൽ. എന്നാൽ വർത്തമാനകാല സാഹചര്യത്തിൽ അദ്ദേഹത്തെ വിലയിരുത്തുന്നതിന് നാം കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. വർത്തമാനകാല സാഹചര്യത്തിൽ ഉദ്ദേശിച്ചത് നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഫലം പല ആംഗിളിൽ പല വിധത്തിൽ പലരും വിലയിരുത്തിയ ശേഷം അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് കേരളമോദൻ എന്ന വ്യക്തിയെ ചുരുക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ വർണ്ണിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ വളരെ കുറവാണ്. സാധാരണ സംഘാടകരെ, രാഷ്ട്രീയ നേതൃത്വത്തെ, സാഹിത്യകാരന്മാരെ എന്നുവേണ്ട സമസ്ത മേഖലകളിലും വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കണമെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അദ്ദേഹത്തെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകും. എല്ലാവർക്കും ഇല്ലെങ്കിലും കുറച്ചധികം പേർക്കെങ്കിലും ഉണ്ട് എന്നാണ് എന്റെ ബലമായ വിശ്വാസം. നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹം എവിടെ ജനിച്ചു എന്നും വർഷവും സൂചിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. 1912 പൊന്നാനി താലൂക്കിലാണ്. പൊന്നാനി താലൂക്കാണ്. ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയ്ക്ക് 2 കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ 2 കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ, ഒന്ന് കേരളമോദനാണെങ്കിൽ മറ്റു നമുക്ക് അറിയാവുന്നത് പെരിന്തൽമണ്ണയിൽ EMSന്റെ ജന്മദേശവും മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അങ്ങനെ 2 പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ജന്മം കൊടുത്ത സ്ഥലമാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ മലപ്പുറം ജില്ല. അന്ന് അത് മലപ്പുറത്തിന്റെ പാർട്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ സംസാരിക്കുമ്പോൾ അവർ ജനിച്ചു വളർന്ന ആ സാഹചര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. അതിനുവേണ്ടിയാണ് പറഞ്ഞത്. അന്ന് മലബാറിന്റെ ഭാഗമായിരുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ എന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ കീഴിലുമായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് അന്നത്തെ സാഹചര്യം എന്നുള്ളത്. ദേശീയ തലത്തിലുള്ള സാഹചര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെയാണ് പരിഗണിക്കപ്പെടേണ്ട ഒരു പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് അന്തർദേശീയ രാഷ്ട്രീയം. സോവിയറ്റ് യൂണിയനൊക്കെ നിലനിന്ന 17 ശേഷം 1917 ശേഷമുള്ള കാലഘട്ടം. അതിനുശേഷമാണ് നിരവധി പ്രശ്നങ്ങൾ അന്തർദേശീയ തലത്തിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ പരിഗണിക്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത്തരം ദേശീയമായും അന്തർദേശീയമായും അതേപോലെ തന്നെ പ്രാദേശികമായും നിരവധി പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇവർ ജനിച്ച് വളർന്ന് വന്നത്. 12 ജനിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം അടുത്തുള്ള സ്കൂളുകളിൽ നടത്തുന്നു. കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി കോഴിക്കോട് സാമൂതിരി കോളേജിൽ പോകുന്നു.
18ാം വയസ്സിൽ തന്നെ അദ്ദേഹം നെഹ്റുവിനെ കുറിച്ച് ഉള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നു. 18 വയസ്സായപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള് വിവിധ തലങ്ങളിലൂടെയാണ്. ഈ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കോഴിക്കോട് പോയി. പക്ഷെ 18 വയസ്സ് തികയാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്റ്റേജിലേക്ക് കിട്ടിയില്ല. ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കും വിസമ്മതിച്ചു. അപ്പോൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരം പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാൻ ധൈര്യം കാണിച്ച, ആവേശം കാണിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. 1930 ഇദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനത്തെ 31 നിസ്സഹകരണ പ്രസ്ഥാനവുമായി സഹകരിച്ച് അതിൽ പ്രസംഗിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് 23 മാസം ജയിലിലടയ്ക്കുക. നിങ്ങൾക്കറിയാവുന്നതാണെങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുക. 23 മാസം ജയിലിലടയ്ക്കാൻ. ഓർമ്മിക്കുക, കോളേജ് വിദ്യാർത്ഥിയാണ്, 18 വയസ്സായി നമ്മൾ കഴിഞ്ഞതേ ഉള്ളൂ. ജയിലിലേക്കുള്ളത് 23 മാസം ജയിലിലിരുന്നു. തിരിച്ചു വരുമ്പോൾ എന്താ സംഭവം? തുടർന്ന് പഠിക്കാനുള്ള അനുമതി കോളേജിൽ നിഷേധിക്കുന്നു. പഠനം അവിടെ സ്തംഭനാവസ്ഥയിലാണ്. പക്ഷെ അദ്ദേഹം ഈ റെഡിമെയ്ഡായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാണ് ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 31 അദ്ദേഹം മറ്റു ചില പ്രവർത്തനങ്ങളിലേക്ക്, എഴുത്തിന്റെ മേഖലകളിലേക്ക് പോവുകയുണ്ടായി. അവിടെ വെച്ച് തന്നെയാണ് ഗാന്ധിജിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതി മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുകയും അത് വിറ്റിട്ട് പൈസ സമ്പാദിച്ച്, അല്ലെങ്കിൽ പണം സമ്പാദിച്ച് അദ്ദേഹം കാശിയിലേക്ക് പോവുകയാണ്. അവിടെ കാശി വിദ്യാപീഠം എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്നതിന് വേണ്ടി, ഉന്നത വിദ്യാഭ്യാസമൊന്നും പറയാൻ കഴിയില്ല, അവിടെ പഠിക്കാൻ വേണ്ടിയാണ്. ഇവിടെ എന്തായാലും പഠനം തുടങ്ങി. അപ്പം അവിടേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്ന് പഠനം തുടരുന്ന അവസരം, അവിടെ സംസ്കൃതം പഠിക്കാനാണ് പോകുന്നത്. അവിടെ ചെന്ന് സംസ്കൃതം പഠിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റാണ്. ഈ സംസ്കൃതം പഠിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം വിദ്യാഭ്യാസം ഒരു പ്രത്യേകതയുള്ളതാണ്. പ്രത്യേകിച്ച് സാമ്രാജ്യത്തെ വിരുദ്ധ മനോഭാവമുള്ളവർക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു സമീപനമുള്ളവർക്ക് പഠിക്കുന്നതിനും അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹായകമായ ഒരു വിദ്യാപീഠമാണ്. അപ്പം അവിടെ വന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി ഇദ്ദേഹമൊക്കെ ഒരേ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ആളാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധങ്ങളും മറ്റ് പ്രവർത്തന മേഖലയിൽ എങ്ങനെയാണ് വ്യാപിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ 2 വർഷക്കാലം അവിടെ പഠിച്ചതിന് ശേഷം, 2 വർഷക്കാലം അവിടെ പഠിച്ചതിന് ശേഷം തിരിച്ചു വരികയാണ്. പക്ഷെ ഈ 2 വർഷക്കാലം അദ്ദേഹം ഈ 2 ഭാഷകൾ തുടർന്ന് പഠിക്കണ്ടായി, അധികമായി പഠിക്കണ്ടായി. അത് മലയാളമായിട്ട് പോകുന്നുണ്ടെങ്കിൽ 23 മാസത്തെ ജയിൽവാസത്തിനിടയിൽ തമിഴ്, ഹിന്ദി പഠിച്ചു. ഇവിടെ ചെന്നപ്പോഴത്തേക്ക്, ഇവിടെ വിദ്യാഭ്യാസത്തിൽ പഠിച്ചപ്പോഴത്തേക്ക് ബംഗാളി പഠിച്ചു. കൂടാതെ ഒരു ഭാഷ കൂടി പഠിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് പറയാം. ഒരു ഭാഷ കൂടി അദ്ദേഹം അവിടെ വെച്ച് പഠിക്കാൻ കഴിയുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ വിവിധ ഭാഷകൾ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജനങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ. ഭാഷയ്ക്കെങ്കിൽ ഭാഷ എന്ന് പറയുന്നത് അറിയാമല്ലോ, ജനങ്ങളെ ബന്ധിപ്പിക്കുന്നത് ലിംഗാണ്. ഭാഷകളാണ്
ജനങ്ങളെ സമീപിക്കുന്നത്. അങ്ങനെ വിവിധ ഭാഷകൾ പഠിക്കുമ്പോൾ വിവിധ പ്രദേശത്തുള്ള വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ബന്ധപ്പെടുന്നതിനും അവരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനുമുള്ള കരുത്ത് നേടുകയാണ്. അങ്ങനെ ഈ വിശ്വവിദ്യാപീഠത്തില് പഠനം പൂർത്തിയാക്കി തിരിച്ചു വരുന്നത് കേരളത്തിലേക്ക് വരികയാണ്. ഇവിടെ സൂചിപ്പിക്കേണ്ട ചെറിയൊരു കാര്യം കൂടിയുണ്ട്. സൂചിപ്പിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് 18 വയസ്സിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു. പിന്നീട് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, നമ്മുടെ അന്നത്തെ കാലഘട്ടം മരുമക്കത്തായിരുന്നു. അമ്മാവിന്റെ കീഴിലാണ് വളരെയേണ്ടത്. അപ്പൊ അമ്മാവനും ഇദ്ദേഹവുമായിട്ടുള്ള ഒരു ഫൈറ്റ്. അപ്പൊ അതുകൊണ്ട് ഈ തുടർപഠനം പോലും വേണ്ടുന്ന സഹായം അമ്മാവിൽ നിന്നുണ്ടാകില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് സ്ഥലങ്ങളിൽ. ആ ഒരു കാരണം കൂടിയാണ് ഇദ്ദേഹം വിശ്വവിദ്യാപീഠത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം. കൂടാതെ ഇവിടെ അനുമതി നിഷേധിച്ചത്, തുടർ പഠനം നിഷേധിച്ചത് ഒരു കാരണം കൂടിയാണ്. എന്ത് തന്നെയായാലും ഇവിടെ പോയതുകൊണ്ട് വിശ്വവിദ്യാപീഠത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് വെറുതെ കേട്ടല്ല, സംസ്കൃതം പഠിക്കുക മാത്രമല്ല ഇത്. അവിടുത്തെ ലൈബ്രറി എന്ന് പറയുന്നത് വളരെ വിശാലമായ വിവിധ വിഷയങ്ങളുള്ള നിരവധി ബുക്കുകൾ, നിരവധി പുസ്തകങ്ങൾ, പ്രഗത്ഭരായ ആളുകളുടെ പുസ്തകങ്ങൾ അവിടെ ലഭ്യമായിരുന്നു. ഇതൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ പരമാവധി വിനിയോഗിച്ചു. അതിന്റെ ഫലമായി മാർക്സിയൻ തത്വചിന്ത പുള്ളിക്ക് ഗ്രഹസ്ഥമാക്കാനുള്ള ഒരവസരം അവിടെ നിൽക്കും. അതുവരെ പുള്ളിയെ നയിച്ചിരുന്നത് അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്നത് ഗാന്ധിയൻ തത്വസംഹിതയായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചിന്താധാര, ഒരു തത്വശാസ്ത്രം അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ കഴിയും. അങ്ങനെ വിശ്വവിദ്യാലയത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ഒരു സാധാരണ മനുഷ്യനായിട്ടല്ല, ഗാന്ധിസത്തിനെ കൂടാതെ ഗാന്ധിസത്തിന്റെ പോരായ്മകളെ മനസ്സിലാക്കാനും അതിനുപരിയായിട്ട് മാർക്സിസത്തെ കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണ അവിടെ നിന്ന് ലഭിക്കുകയും, അപ്പൊ അത്തരം ഒരു എന്താണ് വളർച്ച, ആശയപരമായി ഉള്ള ഒരു വളർച്ച അദ്ദേഹം ആർജിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. ഇത് 35-36 കാലഘട്ടത്തിലാണ് ഈ കേരളത്തിലേക്ക് എത്തി. അപ്പം ഈ മാർക്സിസത്തെ കുറിച്ചുള്ള കൃത്യമായ ധാരണ വന്നപ്പോൾ തന്നെ മനസ്സിലായി എങ്ങനെയാണ് തൊഴിലാളികളെ സംഘടിപ്പിക്കേണ്ടത്, മറ്റ് വ്യവസായ മേഖലയിൽ പങ്കെടുക്കുന്നവരെ സംഘടിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനം കൃത്യമായുണ്ടായി. അങ്ങനെ ഇവിടെ വന്നിട്ട് വീടിത്തൊഴിലാളികൾ, ഓട്ടുവ്യവസായം ബന്ധപ്പെടുന്ന തൊഴിലാളികൾ, ഇവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ സമരങ്ങളിൽ നേതൃത്വപരമായ പങ്കെടുക്കാൻ വഹിച്ചു. അതേ പൊന്നാനിയിൽ തന്നെ വീട് തൊഴിലാളികളെയാണ് സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ പ്രവർത്തനം നടത്തിയത്. അപ്പൊ അങ്ങനെ സാധാരണക്കാരുടെ ഇടയിലേക്ക്, വളരെ സാധാരണക്കാരുടെ ഇടയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ മാർക്സിസത്തിന്റെ എല്ലാവിധമായ പ്രയോഗവും എങ്ങനെ വേണമെന്ന് മനസ്സിൽ ഐഡിയ വെച്ചുകൊണ്ട് അദ്ദേഹം ഈ പ്രവർത്തനം തുടർന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ താത്വികാധ്യയനം എന്നുള്ള നിലയിൽ, അല്ലെ മാർക്സിസ്റ്റ് ആചാര്യൻ എന്നുള്ള നിലയിൽ അത്രയും കാര്യങ്ങൾ പഠിച്ചൊരാളെ ഇനി എന്തിന് ഈ താഴെയുള്ള സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള മനോഭാവമല്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അവരെ കൂടി നമ്മളോടൊപ്പം നിർത്തണം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താ മാർക്സിസമെന്നോ എന്താണ് തൊഴിലാളികൾക്കെന്നോ
വർഗബോധത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടൊന്നും സാധാരണക്കാരിൽ ഉദ്ദേശിച്ച ലെവലിൽ ഇല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് എങ്ങനെ സാധാരണക്കാരനെ എംപവർ ചെയ്യാം, ശാക്തീകരിക്കാം എന്നുള്ള ഐഡിയ, ആശയം വളരെ ലളിതമായിട്ട് അദ്ദേഹം നടപ്പാക്കിയത് നാടകത്തിലൂടെയാണ്. ഈ പാട്ടബാക്കി എന്ന കേട്ടിട്ടുണ്ടാവും. പാട്ടബാക്കി എന്നുള്ള നാടകം അദ്ദേഹം രണ്ട് പ്രധാന നാടകങ്ങളാണ് എഴുതിയത്. രണ്ട് പ്രധാന നാടകങ്ങൾ, ഒന്ന് പാട്ടബാക്കി, ഒന്ന് രക്തപാനം എന്ന് പറയുന്നതാണ്. പക്ഷെ ഇതിൽ പാട്ടബാക്കി എന്ന് പറയുന്നത് സാധാരണ തൊഴിലാളി കുടിയാൻ, പാട്ടബാക്കിയുടെ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒരു കുടിയാൻ ജന്മി ബന്ധത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഈ പാട്ടബാക്കി പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയം, തൊഴിലാളികളുടെ രാഷ്ട്രീയം അല്ലെ വർഗ രാഷ്ട്രീയം എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് തൊഴിലാളികൾ സംഘടിക്കേണ്ടത്, അവനെ തിരിച്ചറിയുന്നതിന് വേണ്ടി, അവന്റെ അസ്തിത്വം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഒരു പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാട്ടബാക്കി രൂപം കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം കൂടിയാണ് പാട്ടബാക്കി എന്ന നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് കാഴ്ചക്കാരെ പോലെ മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്, അവരോടൊപ്പം പ്രവർത്തിക്കാനുള്ള മനസ്സും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പാട്ടബാക്കി സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇത് സജീവമായ ചർച്ചയായി ഒരുപിടി സ്റ്റേജുകളിൽ. ഓർമ്മിക്കണം, ഇത് 1937 ഈ പാട്ടബാക്കി എന്ന നാടകം ആദ്യം സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പൊ ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും മാർക്സിസത്തെ കുറിച്ചും ഒരു ധാരണ സാധാരണ വിദ്യാഭ്യാസം പോലും ഇല്ല, കിട്ടിയിട്ടില്ല ആളുകൾക്ക്. മെജോറിറ്റി ആളുകൾക്കും വിദ്യാഭ്യാസം ലഭ്യമല്ല. അപ്പൊ ഇദ്ദേഹത്തിന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബ സാഹചര്യം വളരെ മെച്ചപ്പെട്ട കുടുംബ സാഹചര്യമുള്ള ആളാണ്. പക്ഷെ അതൊക്കെ വേണ്ടത് വെച്ചിട്ടാണ് ഈ പ്രവർത്തനത്തിലേക്ക് പോയത്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മാത്രമേ ആ കുടുംബത്തിനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കൂടി മൊത്തവും പൊതുപ്രവർത്തന രംഗത്തായിരുന്നു. അപ്പം ആ രീതിയിലുള്ള ഒരു മാറ്റം ഈ നാടകത്തിലൂടെ സാധാരണക്കാരൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തി. പാട്ടബാക്കിയിലൂടെ അവിടെ കൊണ്ട് കഴിഞ്ഞ് 37 കഴിഞ്ഞ് 38 ആണ് ഈ നാടകം പ്രിന്റ് ചെയ്തത്. 37 പ്രാധാന്യം ഒരു സാധാരണ ഏറ്റവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഭാഷ. അന്നാണ് ഓർമ്മയുണ്ടാവും അല്ലെ, അതിൽ മനസ്സിലൂടെ വരുന്നുണ്ടോ, കോഴിക്കോട് ഒരു പച്ചക്കറിക്കടയുടെ മോളിൽ വിരലിലുണ്ടാകുന്ന 5 പേര് പങ്കെടുത്തു. 1 കൃഷ്ണപിള്ള, 2 ജെയിംസ് ദേവപ്പാട്, 3 NC ശേഖർ, 4 ദാമോദരൻ, 1 പകല് സെക്രട്ടറി, അന്നത്തെ ചുമതലയുള്ള സെക്രട്ടറി ഉണ്ടായിരുന്നു. പേര് കാരണം മലയാള പേരെല്ലാം പോകുന്നുള്ള മനസ്സിലെ കൊണ്ട് നിൽക്കുന്നില്ല. SD കാച്ചൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നത്തെ സെക്രട്ടറിയാണ്. ഓർമ്മിക്കണം, ഇത് വളരെ രഹസ്യമായിട്ടാണ്, ഒരു കുഞ്ഞു പോലും അറിയാതെ ആണ് ഇത് ചെയ്തത്. 1937. അങ്ങനെ ഒരാലോചന, പാർട്ടി രൂപീകരിക്കുന്നതിന്റെ ഒരു ആലോചനയാണ് നടന്നെങ്കിൽ ഈ പാർട്ടി രൂപീകരണവുമായിട്ട് പുറമേ യാതൊരു ന്യൂസും പോയിട്ടില്ല. പകരം
അന്ന് നമ്പൂതിരിപ്പാടും ഇവരെല്ലാം പ്രവർത്തിക്കുന്ന പൊതുതുറങ്ങി ഈ സഹക്കളെല്ലാം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അപ്പൊ ഇവരെയൊക്കെ വളരെ പോപ്പുലറാണ്, എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അപ്പൊ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് ഈ 97 പാർട്ടി രൂപീകരണം നടത്തിയത്. രഹസ്യമായി, അത് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വളരെ രഹസ്യമായിട്ട് പാർട്ടി രൂപീകരണം നടത്തി. എന്നാൽ ഇവരെല്ലാം ഈ സോഷ്യലിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. EMS ജനറൽ സെക്രട്ടറിയല്ലേ EMS, അതേപോലെ ഇവരെല്ലാം പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വർഷം 1 കഴിഞ്ഞപ്പോഴത്തേക്കും ആഭ്യന്തര പ്രശ്നം എന്ന് പറയുന്നില്ല, ഈ കോൺഗ്രസിനകത്ത് തന്നെ തർക്കങ്ങൾ രൂപപ്പെട്ടു. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ എടുക്കേണ്ട നടപടികളെ കുറിച്ച് ഉള്ള തർക്കങ്ങളാണ്. അപ്പൊ അതിൽ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചുകൂടി ദൃഢമായ തീരുമാനങ്ങൾ എടുത്ത് പ്രക്ഷോഭങ്ങൾക്ക് ശക്തി നൽകി മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആശയം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ 39 ആയപ്പോഴത്തേക്ക് ഇവരുടെ ഐഡന്റിറ്റി പുറത്തായി. 37 കഴിഞ്ഞ് 38, 39 കാലഘട്ടം ആയപ്പോഴത്തേക്ക് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അന്നാണ് നമ്മുടെ പറപ്പുറം സമ്മേളനം കേട്ടിട്ടുണ്ടല്ലോ. 39 അല്ലേ പറപ്പുറം സമ്മേളനം എന്നുള്ള രീതിയിലേക്ക് കേരളത്തിൽ പരസ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നു. അപ്പൊ അത് ഓർമ്മയിലേക്കേണ്ടതാണ്. അതിന് മുമ്പ് രഹസ്യമായ രീതിയിൽ ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തി. ആ പ്രവർത്തനങ്ങൾക്കൊക്കെ ശക്തി പകരുന്നത് ദാമോദരൻ. ദാമോദരന്റെ ഒരു വലിയ കൈയുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ. അങ്ങനെ 39 പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഒരു സംഘടിത രൂപവുമായി കുറച്ചുകൂടി ഉത്തരവാദിത്വം വന്ന് അംഗങ്ങളുടെ എണ്ണം 500, 1000 അങ്ങനെയുള്ള ഒരു ലെവലിലാണ്. അല്ലാതെ നമ്മൾ പറഞ്ഞു വരുന്നത് പോലെയല്ല. എന്ന് മാത്രമല്ല, തിരുവിതാംകൂർ പ്രത്യേകം, തിരുക്കൊച്ചി പ്രത്യേകം, മലബാർ പ്രത്യേകം. അപ്പൊ കേരളം എന്നുള്ള ഒരു ഏകരൂപത്തിൽ ഒരു സംഘടനാ സംവിധാനം, ഒരു പാർട്ടി സംവിധാനം ഉണ്ടായില്ല. എങ്കിലും മലബാറിന്റെ ചുമതല ഇദ്ദേഹത്തിന് കൊടുത്തു. ആർക്കാണ്? കെ രാമോദരൻ. തിരുക്കൊച്ചിയുടെ ചുമതല അച്യുതമേനോന് കൊടുത്തു. ആ രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു 41 ആയപ്പോഴത്തേക്ക് 39 സംഭവിക്കുന്നത്. 41 ആയപ്പോഴേക്കും ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ശൈലി എന്ന് മാറി. സ്വാതന്ത്ര്യ സമരത്തിന്റെ ശൈലി മാറി. 41 പ്രത്യേകത നമുക്ക് ഓർമ്മ വരുന്നുണ്ടാകും. ഒരു സൈഡിൽ ഇന്ത്യ അപ്പം ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന നിലപാട് വിമർശിക്കപ്പെടുന്നു. ഒരു ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് പാർട്ടി കൊണ്ടുപോയി. പാർട്ടി വിട്ടല്ല, ഈ ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് വളരെയേറെ വിമർശനത്തിന് വിധേയമായി. അങ്ങനെ 41 ആയപ്പോഴത്തേക്ക് പല കാരണങ്ങൾ പറഞ്ഞു ഇവരെ നമ്മൾ അദ്ദേഹത്തെയൊക്കെ അറസ്റ്റ് ചെയ്തു. 5 വർഷം തുടർച്ചയായിട്ടാണ്, 41 മുതൽ 45 വരെ തുടർച്ചയായിട്ട് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു.
സാമൂഹിക പ്രശ്നം. പ്രത്യേകിച്ച് സാധന കരുതുന്നു, വെള്ളം കരുതുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചുള്ള 41 മുതൽ 45 വരെ അദ്ദേഹം ജയിലിലായിരുന്നു. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജയിൽ വാസവും ഇവര് ശരിക്ക് എൻജോയ് എന്ന വാക്കല്ല, പരമാവധി ഉപയോഗിച്ചു. ഒന്നുകിൽ പുസ്തകങ്ങൾ എഴുതുക, അതല്ലെങ്കിൽ മറ്റ് ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ വിപുലീകരിക്കുക. അവിടെ വരെ പാർട്ടിയുടെ സെല്ലുകളുണ്ടായിരുന്നു ജയിലിനകത്ത്. പുറത്ത് സ്വാതന്ത്ര്യമില്ലെങ്കിൽ പുറമേ നടന്ന് സ്വതന്ത്രമായ പ്രവർത്തനം സാധ്യമല്ലെങ്കിൽ ജയിലിനകത്ത് ഇതിൻ്റെതായ നല്ലൊരു സർക്കിൾ, വിപുലമായ ചർച്ചകൾ ജയിലിനകത്താണ്. അവിടെ വാദങ്ങളും പ്രതിവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ചർച്ച ചെയ്യും. നമ്മൾ ഇന്റർനാഷണൽ വിഷയങ്ങളിൽ സ്റ്റാലിന്റെ നടപടികളെ വിമർശിക്കുന്നു. അതേപോലെ തന്നെ കോച്ചുവിനെടുത്ത നടപടികൾ, ഇതൊക്കെ വിമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന വേദികൾ അവർ ആ രൂപത്തിൽ ജയിലിനകത്ത് സൃഷ്ടിച്ചു. അതെങ്ങനെ സാധിച്ചു എന്നുള്ളവരെ അറിയില്ല, പക്ഷെ ഇദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം 45 കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കാണ് ഈ എഴുത്തിന്റെ മേഖലയിലേക്ക് ഇദ്ദേഹം വളരെ സജീവമായി വരുന്നുണ്ട്. ഒരു 40-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 40-ലധികം പുസ്തകങ്ങൾ. അതിന് ഇതൊക്കെ രചിക്കണമെങ്കിൽ, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ത്യയെ അറിയണം, ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകണം, നമ്മുടെ ഇതിഹാസവും നമ്മുടെ പരമ്പരാഗതമായി നാം പിന്തുടരുന്ന രീതികളും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായി പഠിച്ച് ഓരോന്നിനും ഓരോ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ കുറച്ച് പുസ്തകങ്ങളുടെ പേര് സൂചിപ്പിക്കാം. അപ്പോഴറിയാം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ വ്യാപനം. ആദ്യം രചിച്ചത് ജവഹർലാൽ നെഹ്റു എന്നുള്ളതാണ്. അത് സ്റ്റുഡന്റ് ആയിരിക്കും. ഓർമ്മിക്കണം, 18 വയസ്സ് കഷ്ടിയായിട്ടുള്ളൂ. പിന്നെ ചെറുകഥ എഴുതിയിട്ടുണ്ട്. കണ്ണീർ എന്ന് പറഞ്ഞ ചെറുകഥ സമാഹാരമുണ്ട്. കാർൽ മാർക്സിനെ കുറിച്ച് പ്രത്യേകം എഴുതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിന്റെ കാർൽ മാർക്സ് അറിയപ്പെടുന്നത് തന്നെയാണ്. കേരളത്തിന്റെ കാർൽ മാർക്സ്. അപ്പൊ കാർൽ മാർക്സ് രചിച്ച കൃതികൾ കംപ്ലീറ്റ് തറവാക്കി അദ്ദേഹം നമ്മുടെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി, തർജ്ജമ ചെയ്ത് എഴുതി. അപ്പൊ അവിടെ ഓർമ്മ വേണം, ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടണമെങ്കിൽ ഇതൊക്കെ പഠിക്കണം. അത്ര വിവിധ ഭാഷകൾ പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും താല്പര്യവും നമ്മളോട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വിവർത്തനം നടത്തി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ വിവർത്തനം. അത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. 2 നാടകങ്ങളുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചത് പാട്ടമാക്കി, 2 വ്യക്തമാണ്. ഇത് രണ്ടും സാധാരണക്കാരനെ സ്വാധീനിക്കാനും സാധാരണക്കാരന് കമ്മ്യൂണിസം എന്താണെന്ന് ലളിതമായി മനസ്സിലാക്കാനുമുള്ള 2 നാടകങ്ങളായിരുന്നു. പിന്നെ മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം രചിച്ചു. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. വിവിധ ഭാഷകളിലേക്ക് നമുക്ക് എങ്ങനെ മനുഷ്യനുണ്ടാകും, അത് ആദ്യകാലം മുതലുള്ള എല്ലാ ജീവന്റെ തുടക്കം മുതൽ ഇന്ന് നാം എവിടെ വന്ന് നിൽക്കുന്ന എങ്ങനെയാണ്, ലക്ഷോപലക്ഷ വർഷങ്ങളുടെ
ഒരു കവർ ചെയ്യുന്നതാണ് എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥയിൽ ഇത് തെളിയിക്കുന്നത് സാധാരണക്കാരുടെ ഇടയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കണമെങ്കിൽ ശാസ്ത്രീയ രീതി വേണം, ശാസ്ത്രബോധം വേണം, യുക്തിബോധം വേണം. അപ്പൊ അദ്ദേഹം എഴുതിയ എല്ലാ പുസ്തകങ്ങളുടെയും അടിത്തറ ശാസ്ത്രബോധത്തിൽ നിന്നുകൊണ്ട് യുക്തിബോധത്തിൽ നിന്നുകൊണ്ടുമാണ്. അപ്പോൾ ആ ഒരു ആംഗിളിലാണ് മനുഷ്യനെന്നുള്ള നാം ആരാണ്, മനുഷ്യൻ ആരാണ്, മനുഷ്യൻ എങ്ങനെയുണ്ടായി, എവിടുന്ന് വന്നു, അല്ലാതെ കേവലം പുരാണങ്ങളിൽ പറയുന്നത് പോലെ അല്ല. ആദ്യം നമ്മുടെ പുരാണങ്ങളെല്ലാം പഠിച്ചു, എന്നിട്ട് അതിനെ വിമർശിച്ചു. അത് വിമർശിച്ചാൽ മാത്രം പോരല്ലോ, പിന്നെന്താണ് അടുത്ത ശരിയായ മാർഗം, അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ശാസ്ത്രബോധവും യുക്തിബോധവും ഒരേപോലെ പ്രയോഗത്തിൽ വരുത്തുന്ന രീതിയും ഈ മനുഷ്യനെന്ന പുസ്തകം എഴുതുന്നത്. പിന്നെ അതേപോലെ കമ്മ്യൂണിസം എന്ത്, കമ്മ്യൂണിസവും ക്രിസ്തു മതവും ഇന്ത്യയുടെ ആത്മാവ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്ത്യയുടെ ആത്മാവ് അത് ഇന്നും വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇന്ത്യയുടെ ആത്മാവ്, ആ ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ പുരാണ ഇതിഹാസങ്ങൾ തറവായി പഠിച്ച് വിമർശിച്ചതുകൊണ്ട് മാത്രമേ നമുക്ക് പുതിയത് കൂട്ടിച്ചേർക്കാൻ കഴിയും. പുതിയത് എന്ന് ഉദ്ദേശിച്ചത് മാർക്സിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം, എന്താണ് സാഹിത്യം, ചൈനയിലെ വിപ്ലവം, കേരള ചരിത്രം, ഇതൊക്കെ ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മാത്രം സൂചിപ്പിക്കാം. സോഷ്യലിസവും കമ്മ്യൂണിസവും മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭാരതീയ ചിന്ത, ഇതൊക്കെ ഒരു മനുഷ്യന് 40-ലധികം പുസ്തകം എഴുതണമെങ്കിലും ആലോചിച്ച് നോക്കുക. പിന്നീട് അദ്ദേഹത്തിന്റെ വായന അത് പുനരാവിഷ്കരിച്ച് സാധാരണക്കാരന്റെ ഭാഷയിൽ കൊടുക്കണം. മനസ്സിലാക്കുന്ന വിവിധ ഭാഷകളിലാണ്. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മക്കുറിപ്പുകളൊക്കെ ഇപ്പൊ നമുക്ക് വായിക്കാൻ കിട്ടുന്നതാണ്. ഇതെല്ലാം ഇത് മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിലും അദ്ദേഹം 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 4 പുസ്തകം ഹിന്ദിയിലും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഭാരതീയ ചിന്താ പരമ്പര എന്ന് പറഞ്ഞ ഹിന്ദി പറഞ്ഞു. അതിനെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ മൊത്തം കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി. കേവലം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നുകൊണ്ടല്ല, ഭാഷ, സാഹിത്യം, അതേപോലെ തന്നെ സാമൂഹ്യം, സാമ്പത്തികം, സാമ്പത്തിക മേഖലയിലെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാ മേഖലയും കവർ ചെയ്തുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന, സാധാരണക്കാരനെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായി വിശദീകരിക്കുന്ന രീതിയിലാണ് ഈ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടത്. ഇതൊക്കെ സൂചിപ്പിക്കുമ്പോഴും നാം അറിയേണ്ടതെല്ലാം ഇദ്ദേഹത്തെ കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ എത്രയൊക്കെ വിപുലമായ രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോഴും വിമർശനങ്ങൾ പലതും വിധേയമാണ്. വിമർശനങ്ങൾക്ക് പലതും വിധേയമായിട്ടുണ്ട്. അതേപോലെ തന്നെ പാർട്ടിയുടെ ചില തീരുമാനങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടില്ലെങ്കിലും അത് പറഞ്ഞാൽ അന്ന് ഒന്നേ ഉള്ളൂ. 64 മുമ്പെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പാർട്ടിയുടെ തീരുമാനങ്ങളുമായിട്ട് പലപ്പോഴും വിയോജിപ്പുണ്ടെങ്കിൽ പോലും പാർട്ടി തീരുമാനത്തിന് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കേണ്ടി വരും. അതിന് ഉദാഹരണം, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകും. കൊല്ലത്ത് ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫാക്ടറിയിൽ 3 തൊഴിലാളികൾ വെടിവെച്ചു. അവർ മരിച്ചു. മരിച്ചു. എന്താണ് 57-ലെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ തൊഴിലാളികളെ വെടിവെച്ചു എന്നുള്ളതാണ്. എങ്ങനെ വിശദീകരിക്കും?
അതിന് നേതൃത്വം കൊടുത്തത്, ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് RSPയാണ്. അത്രയും വ്യത്യാസമുള്ള RSPയാണ് സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഈ വിഷയം അറിയുന്നത് തന്നെ സംസ്ഥാന കമ്മിറ്റി ഉൾക്കൊണ്ടിരിക്കുന്നതാണ്. ഗവൺമെന്റ് ഏത് സ്റ്റാൻഡ് എടുക്കണമെന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കൊന്നു. പക്ഷേ മെജോറിറ്റി തീരുമാനം അങ്ങനെയല്ല. ഇത് അവർക്ക് കൃത്രിമം എന്നതിനേക്കാളുപരി ആസൂത്രിതമായി സംഘടിപ്പിച്ച ഒരു പ്രക്ഷോഭമാണെന്നും പോലീസിന്റെ നേരെയുള്ള അതിക്രമത്തെ നേരിടുന്നതിന് അവരെ ചെയ്യേണ്ടി വന്നു എന്നുള്ള രീതിയിൽ വിശദീകരിക്കാൻ പറഞ്ഞു. അവസാനം വിശദീകരിക്കാൻ ചുമതലപ്പെടുത്തിയത് ആരെയാക്കി ഏതാമൂലം തന്നെയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നു. പക്ഷേ കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം ഇത് ചെയ്യേണ്ടി വന്നു, ചെയ്തു. ഇത് സൂചിപ്പിച്ചത് പാർട്ടി അച്ചടക്കത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒപ്പം വിമർശനത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ആരെയും കൃത്യമായി അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷയമാണ് എങ്കിൽ വളരെ കൃത്യമായി വിമർശിക്കാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അതിലൊരു ഉന്നതകാലം സൂചിപ്പിക്കാം. അത് അദ്ദേഹത്തിന്റെ 64-70 കാലഘട്ടം എന്ന് പറയുന്നത് ഓർമ്മയുണ്ടാവും. 64-70 കാലഘട്ടം അദ്ദേഹം നമ്മുടെ രാജ്യസഭാംഗമായി 4 വർഷം 6 വർഷം 64-70. അപ്പൊ അദ്ദേഹത്തിന് കുറെ അവസരങ്ങൾ കിട്ടി. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ദേശീയ തലത്തിൽ നിന്നും അന്തർദേശീയ തലത്തിലേക്ക് റഷ്യ സന്ദർശിക്കാൻ അവസരം, റഷ്യയുമായിട്ട് സംസാരിക്കാൻ അവസരം, ചൈനയിലെ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ അവസരം, ഹോച്ചിമിനുമായിട്ട് സംസാരിക്കാൻ അവസരം. ഇതൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ആ രാജ്യങ്ങളും തമ്മിൽ ഉള്ള പ്രശ്നങ്ങളെയാണ് സംസാരിക്കുന്നത്. ഇവിടെയൊക്കെ അദ്ദേഹത്തിന് നന്ന് അല്ലെങ്കിൽ നല്ലത് എന്ന് ബോധ്യം വന്ന വിഷയങ്ങൾ അവരുടെ അഭിപ്രായം വ്യത്യസ്തമാണെങ്കിൽ കൂടി സൂചിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അന്തർദേശീയ തലത്തിൽ പോലും ഇത്തരം ഒരു പ്രവർത്തനങ്ങൾക്ക് അവസരം കിട്ടുകയാണ്. ഈ ചൈന പ്രവർത്തനങ്ങളിൽ ചൈനയിൽ നമ്മുടെ വിഷയമുണ്ടായി, ഇതുകൊണ്ടായാലും ആ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളതാണ് ഈ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അവിടെ നിന്ന് അവസാനിപ്പില്ല. 64-70 രാജ്യസഭാംഗമായി. അപ്പം ജോഷി പി സി ജോഷിയെ പാർട്ടിയുടെ പി സി ജോഷി വളരെ സൗകര്യമാണ്. ഈ രാജ്യസഭാംഗം അംഗം ആ കാലാവധി കഴിയുമ്പോൾ ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, ഗവേഷണം നടത്തുന്നതിന് വേണ്ടി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കുകയും ആ ഫെലോഷിപ്പ് വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം ഗവേഷണം തുടരുകയും ചെയ്തു. 70 അങ്ങനെ ഗവേഷകനായിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ 70 ഇദ്ദേഹം ഹൃദയമാഘാതമാണ് എന്ന് പറയുന്നു. പക്ഷേ സംഭവിച്ച് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഇതറിയുന്നത്. ഇത് സംഭവിക്കുന്നത് നമ്മുടെ KM പണിക്കർ പറയുന്നു. അദ്ദേഹം JNU അധ്യാപകർ. അദ്ദേഹത്തിന്റെ കോർപ്പറേഷനാണ് ഈ ഇദ്ദേഹം താമസിക്കുന്നത്. അതായത് നമ്മുടെ നമ്മുടെ 76 ജൂലൈ 1-ാം തീയതിയാണ് അദ്ദേഹം നമ്മോട് യാത്ര വളരെ ഇടപെടൽ രേഖപ്പെടുത്തിയില്ല. അന്നെങ്കിൽ ഇതുപോലത്തെ ഇൻവെസ്റ്റിഗേഷനുള്ള സാധ്യതകൾ അറിയില്ല. എന്തായാലും ജൂലൈ 1-ാം തീയതിയാണ്
കേരളത്തിലെ കേരള സമൂഹത്തോടും നമ്മുടെ മാനവ സമൂഹത്തോടും നിലപാടാണ്. വളരെ ചുരുക്കി പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു എല്ലാവിധമായ ആർഭാടത്തോടുകൂടി ജീവിക്കാൻ അവസരമുള്ള ഒരു വ്യക്തി, അവസരമുണ്ടായിരുന്ന ഒരു വ്യക്തി 15-ാം വയസ്സിൽ പിതാവ് മരിക്കുന്നതോടൊപ്പം എല്ലാം നഷ്ടപ്പെട്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് സ്കൂൾ കോളേജ് പഠിക്കുമ്പോൾ തന്നെ സത്യാഗ്രഹത്തിന് പങ്കെടുപ്പിച്ചില്ല. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിലേക്ക് ഏകവാസനം നിർവഹിക്കുന്നു. അത് കഴിഞ്ഞ് വരുന്ന പീരീഡുകൾ വിവിധ പ്രവർത്തനങ്ങളുമായി തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ സമയത്തെല്ലാം അദ്ദേഹത്തിന്റെ രചനയിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രചന നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് അത്ഭുതം തോന്നുന്നു, ഇദ്ദേഹം ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ എങ്ങനെ ഈ സമയം കിട്ടിയാണ്. എന്തു തന്നെയായാലും കേരളത്തെ സംബന്ധിച്ച് ദേശീയ തലത്തിലും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിട്ടുള്ള അന്തർദേശീയ തലത്തിൽ വിലപ്പെട്ട നിരവധി സംഭാവനകൾ അദ്ദേഹത്തിന്റെ പുസ്തകം രചനയിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഈ അവസരത്തിൽ നാം ഓർമ്മിക്കേണ്ടതാണ്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മറ്റേ രണ്ടായ സമയത്ത് CPIയോടൊപ്പം നിൽക്കുകയാണുണ്ടായത്. അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ആ തീരുമാനത്തോട് യോജിപ്പില്ലായിരുന്നു എന്നാണ് പിന്നീട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒന്നാകുന്നതിന് വേണ്ടിയുള്ള പല ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായി. ഇതൊക്കെ പിന്നീട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഉണ്ണിരാജയുടെ മകൻ, ഉണ്ണിരാജ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന നേതാക്കളുടെ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ യു വിക്രമൻ ഇത്തരം കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അച്യുതമേനോൻ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ അച്യുതമേനോനും ജീരാമനുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും ഒരു മനുഷ്യന് ഒരു സംഭവം ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി രചന കൊണ്ടും പ്രവർത്തനം കൊണ്ടും സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്നുള്ളത്. അതിന് ഇന്ന മേഖലയൊന്നുമില്ല. സാഹിത്യമെങ്കിൽ സാഹിത്യം, അദ്ദേഹത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സാഹിത്യമെങ്കിൽ സാഹിത്യം, സാമൂഹ്യമെങ്കിൽ സാമൂഹ്യം, ജനങ്ങൾക്ക് പുരാണമാണുള്ളത്. എല്ലാ മേഖലയിലും കടന്നു കയറി ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള ആശയ വ്യക്തത ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കേണ്ടതാണ്. അത് അഭിനന്ദിക്കുക മാത്രമല്ല, അതിനെ സ്വാംശീകരിക്കാനുള്ള ശ്രമം നമ്മുടെ ഇത്തരം കൂട്ടായ്മകളിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇത് തോന്നുന്നത് മണിക്കൂറായിരുന്നു. കൂടി പോയി എന്ന് തോന്നുന്നു. ശരിയ കാരണം കുറെ ഒരു 8 മാസം ഉപയോഗിക്കുകയും സംസാരിക്കും. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ കരുതുമായിരുന്നു. ശരി ശരി. എന്റെ പലരും ചോദ്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും
കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംശയങ്ങളുമായിട്ട് അത് ചോദിക്കാൻ സമയമാണ്. തുറന്ന അഭിപ്രായം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സമയം പറയാതെ സമയം തന്നെ അതുപോലെ